നിമിഷപ്രിയ ഇന്നും ഇപ്പോഴും മലയാളികളുടെ പ്രാർത്ഥനയിലുള്ള ഒരാളാണ് നിമിഷപ്രിയ. എപ്പോഴെങ്കിലും മോചനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം ഇനി മണിക്കൂറുകൾ പോലും ഇല്ല, ബാക്കിയില്ല എന്നുള്ളതാണ്. ഇതുവരെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിമിഷപ്രിയയുടെ വാട്സപ്പിന്റെ DP എടുത്ത് നോക്കിയ ഉദയസൂര്യന്റെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു ഉദയസൂര്യൻ വീണ്ടും ഉദിച്ചുയരാൻ നിമിഷപ്രിയയ്ക്ക് സാധിക്കുമോ? എന്തായിരിക്കും വരുന്ന തീരുമാനം? വീണ്ടും ഒരു ഉദയസൂര്യനെ കാണാൻ പറ്റുമോ നിമിഷപ്രിയയ്ക്ക് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട്, ഒരു തൂക്കുമരമായിട്ട് നിൽക്കുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂലേണിയിൽ കൂടി അനുനിമിഷം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നാണ് തോന്നുന്നത്. ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ വാർത്തകളാണ് ബ്രേക്കിംഗ് ന്യൂസായി നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ കാന്തപുരം അബൂബക്കർ മുസലിയാർ എന്ന ഗ്രാൻഡ് മുഫ്തി, യമനിലെ മതപണ്ഡിതനായിട്ടുള്ള യമനി ഷെയ്ഖുമായിട്ട് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പോയിട്ട് ഈ മരിച്ച ആളിൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ആശ്വാസം പകരുന്ന വാർത്ത എന്ന് പറയുന്നത്, ഇത് വീണ്ടും പുനർചിന്തിക്കാം എന്ന് പറഞ്ഞാൽ നാളെ രാവിലേക്ക് നടക്കണം, അല്ലെങ്കിൽ നിമിഷപ്രിയയെ പട്ടാളക്കാർ ഇന്ന് വിളിച്ചു കൊണ്ടുപോകും. ഗില്ലറ്റിൻ പരസ്യമായിട്ട് കൊലപാതകമാണ് അവിടെ നടക്കുന്നത്, തല വെട്ടുക, അത് നടക്കും. അത് ഒഴിവാക്കുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കാമെന്ന് അവിടുത്തെ ആ മതപണ്ഡിതനോട് ഈ കുടുംബം സമ്മതിച്ചു. അവിടം വരെ എത്തിച്ചിരിക്കുന്നു. അപ്പം മതപരമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അതിന് നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയായിട്ടുള്ള കാന്തപുരത്തിന് കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് ഏറ്റവും കൂടുതൽ 40 മിനിറ്റ് മുമ്പ് നമുക്ക് കിട്ടുന്ന വാർത്ത. അപ്പം നിമിഷങ്ങൾ വ്യർത്ഥമാവുകയല്ല, നിമിഷങ്ങൾ സാർത്ഥകമാവുകയാണ്. നിമിഷപ്രിയ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസ്, ഈ വധശിക്ഷ അവർ നിർജീവമാക്കും, അത് ക്യാൻസൽ ചെയ്യും എന്ന് തന്നെയാണ്. ജയിലിൽ തന്നെ തുടരേണ്ടി വരും, അത് പക്ഷേ വേറൊരു കാര്യം. പക്ഷേ ഇക്കാര്യത്തിൽ ഇവരുടെ ജീവൻ രക്ഷപ്പെടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഷെയ്ഖ് ഹബീബ് ഒമർ എന്ന് പറയുന്ന അവിടുത്തെ ഷൂറ കൗൺസിലിൻ്റെ അംഗം. ഷൂറ കൗൺസിലൊക്കെയാണ് അവിടുത്തെ ഭരണം തീരുമാനിക്കുന്നത്, രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ അല്ല. അവരുമായിട്ട് നമ്മുടെ രാഷ്ട്രീയ ഭരണകൂടത്തിന് ഒരു ബന്ധവുമില്ല, രാഷ്ട്രീയക്കാർക്ക് ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഈ മതങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടെ സമാധാനം ഉണ്ടാകുന്നത്. അത് സ്വീകരിച്ചിരിക്കുകയാണ് ഈ കുടുംബം. ബ്ലഡ് മണി വാങ്ങിച്ചിട്ട്, അതായത് ദയാധനം വാങ്ങിച്ചുകൊണ്ട് ഈ കേസ് തീർപ്പാക്കാമെന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. നാളെ ഉദയസൂര്യനെ നിമിഷപ്രിയയ്ക്ക് കാണാൻ സാധിക്കും, അത് ജയിലിനകത്ത് വെച്ചാണെങ്കിലും എന്നുള്ള ഒരു സന്ദേശം ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഇനി ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇങ്ങനെയുള്ള മതഭരണകൂടങ്ങളാൽ നയിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾക്ക് അധികം ശ്രദ്ധ വേണം. ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. നിമിഷപ്രിയ അത് പറയുമ്പോഴാണ്, കാരണം ഗതികെട്ട ഒരു അവസ്ഥയിൽ ചെയ്തതാണ്. കാരണം മയക്കുമരുന്ന് കൊടുത്തു മരണപ്പെട്ടു എന്നു. കാരണം ഈ ഒരു സുഹൃത്ത് യമൻ പൗരൻ സുഹൃത്തായിരുന്നു. പക്ഷെ ആ സുഹൃത്തിൽ നിന്നും നിരവധി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് നിമിഷപ്രിയ. അത് പരമാവധി അത് ഒഴിവാകാനും ഒക്കെ ശ്രമിച്ചെങ്കിലും പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു തരത്തിലും പിടിവിടാതെ അയാള് പുറകെ നടന്നതിന്റെ ഫലമായിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് മയക്കുമരുന്ന് കൊടുക്കുകയും പക്ഷെ അതിൽ പിന്നെ വന്ന് നോക്കിയപ്പോൾ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിനെ കൊല്ലുകയായിരുന്നു. ശരിക്കും മയക്കുമരുന്ന് കൊടുത്തതാണ്, പക്ഷെ അത് മരണപ്പെട്ടു എന്ന് വിചാരിച്ച് പിന്നീട് കൊന്നപ്പോഴാണ് അറിഞ്ഞത് വെട്ടി നുറുക്കുകയാണ്, പല കഷ്ണങ്ങളാക്കുകയായിരുന്നു. അതെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി ഈ ശവം പൂഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഏതായാലും അത് കൈയോടെ പിടിക്കപ്പെട്ടു. പക്ഷേ അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ജയിലിൽ നിമിഷപ്രിയയോടൊപ്പം ഇതിനു വേണ്ടി സഹായിയാൻ ഉണ്ടായിരുന്ന വ്യക്തി നിമിഷപ്രിയയോടൊപ്പം കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും പിടി വീണു. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് രക്ഷപ്പെടാൻ വേണ്ടി, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കൃത്യം, അത് ഇപ്പോൾ അവരുടെ ജീവന് ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ സാറ് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇവിടുന്ന് മറ്റുള്ള വിദേശ രാജ്യം, നമ്മുടെ ഇവിടെയൊക്കെ ജയിലിൽ നിന്ന് വെച്ചാൽ പൊറോട്ടയും ചിക്കനും ഒക്കെ തന്ന്
സർക്കാർ തന്നെ വളർത്തും കൊലയാളികളെയും കൊലപാതകികളെയും പീഡന വീരന്മാരെയൊക്കെ വളർത്തി സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങിക്കുന്നത്. അത് പീഡന വീരന്മാരെ മാത്രമല്ല, അല്ലാത്ത സ്ത്രീകളെ എല്ലാവരെയും വളർത്തിയും. പക്ഷേ ഇതുപോലുള്ള ഒരു സ്വതന്ത്ര രാജ്യമല്ല മറ്റുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ എന്നുള്ള. അവിടെ ഓൺ ദ സ്പോട്ട്, അത് പരസ്യമായിട്ടാണ് വിചാരണ ചെയ്തിട്ട് തലയിറക്കുന്നത്. ഒരു സ്ത്രീ പീഡനമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മുന്നും പിന്നും ഒന്നും നോക്കത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നവരൊക്കെ അതുപോലെ ഡ്രഗ് കേസുകളിൽ, ലഹരി കേസുകളിലൊക്കെ പിടിക്കപ്പെട്ട കഴിഞ്ഞാൽ പിന്നെ മോചനമില്ല. അതുകൊണ്ട് മാക്സിമം ഇവിടുന്ന് പോകുന്നവർ ഇത്തരത്തിൽ ശ്രദ്ധിക്കുക, നമ്മൾ ചെന്നകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അവിടെ ഉള്ളവരുമായിട്ട് കൂടുതൽ ചങ്ങാത്തങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ചങ്ങാത്തങ്ങളിൽ പോകാതിരിക്കുക. എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട് രഞ്ജിനി. മതശാസന അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ വിവാഹം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എത്ര വിവാഹം കഴിക്കാം, നിക്കാഹ് എത്ര വേണമെങ്കിലും. അതുപോലെ തന്നെ തലാഖ് ചൊല്ലാം. പക്ഷേ വ്യഭിചാരം എന്ന് പറയുന്ന അവിടെ ഒരു കുറ്റമാണ്. അതെ അതെ. അപ്പം ഗവൺമെൻറ് എന്തുകൊണ്ട് അയാളെ ഒരു കുറ്റവാളിയായിട്ട് കരുതുന്നില്ല? അങ്ങനെ ഒരു സ്ത്രീയെ, കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ ഇങ്ങനെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ഒരു തരം വ്യഭിചാരമാണല്ലോ. അവർക്കത് സമ്മതമല്ലായിരുന്നു പലവട്ടം പറയുന്നുണ്ട്. കാരണം അവർക്ക് ഭർത്താവ് ഇവിടുണ്ട്, സ്നേഹധനായ ഭർത്താവ്, അവരുടെ ജീവന് വേണ്ടി ഇവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇവർ എന്തുകൊണ്ട് യമനീസ് ഗവൺമെൻറ്, മത സർക്കാർ എന്തുകൊണ്ട് ഇയാളിൽ കുറ്റം കാണുന്നില്ല? കുറ്റം ചെയ്ത ആളിനെ ശിക്ഷിക്കുകയാണല്ലോ. കുറച്ചാള് ഒമാനിലുണ്ടായിരുന്നു. നിമിഷപ്രിയയും അവിടെയാണ്, യമൻ എന്ന് പറയുന്നെങ്കിൽ ഒമാനിലാണ്. അപ്പം അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്ന യമൻ അടുത്ത് അല്ലേ? അടുത്ത്. അപ്പം അവിടുത്തെ ഒരു ഇതെന്ന് പറയാൻ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പം പ്രായം ചെന്ന ഇപ്പം 80-90 വയസ്സുള്ള ആ ഒരു വ്യക്തിക്ക് പോലും ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, ഞാൻ അവിടെ ഒരു ബീച്ചിൽ ഇങ്ങനെ നിന്ന സമയത്ത് അപ്പം ഒരു കൊച്ചുമോളുടെ പ്രായം ഒരു 18 വയസ്സ് കാണും. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി, വളരെ പ്രായം ചെന്ന ഒരു 80-85 വയസ്സുള്ള ആ മനുഷ്യനെ പിടിച്ച് ഡ്രൈവറും ഈ പെൺകുട്ടിയും കൂടാണ് കൊണ്ടുവന്ന് ഇറക്കി ബീച്ചിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അപ്പൊ പെൺകുട്ടിയുടെ തോളിൽ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ മുത്തച്ഛനും കൊച്ചുമോളും ആ ഒരു ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തോളിൽ കൈയിടുകയൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് വീക്ഷിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ അതിൽ എനിക്ക് ഒരു പന്തികേട്, കാരണം ഒരു കൊച്ചുമകളെ ആലിംഗനം ചെയ്യേ തോളി കൈയിടുന്നത് നമുക്ക് കാണും പറയും. പക്ഷെ അതിനപ്പുറം അവരുടെ ചില ചേഷ്ടകൾ കാണുമ്പോൾ കമിതാക്കളെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ അത് ചോദിച്ചു, മീൻസ് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, നീ എന്താ വിചാരിക്കുന്നേ, അത് അവര് ഭാര്യയും ഭർത്താവുമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഈയിടെ നടന്നു 80 വയസ്സുള്ള ആള് 9 വയസ്സുള്ള കുട്ടി, എന്നിട്ട് പിന്നെ താലിബാൻകാർ ചെന്ന് പറഞ്ഞു 6 വയസ്സ് 9 വയസ്സ് വരെ കാത്തിരിക്കാം, 3 വർഷം കൂടെ കാത്തിരിക്കാം. 6 വയസ്സുള്ള കുട്ടി, അതെ, 3 വർഷം കൂടെ കാത്തിരിക്കാം. അവിടുത്തെ നിയമമാണ്. നമ്മൾ ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. 6 വയസ്സുള്ള നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളെ ഒന്ന് ആലോചിച്ച്, ഇതൊക്കെ എന്ന് വെച്ചാൽ കാടത്തം. ഇതിനെതിരെയൊക്കെയാണ് അത് ഈ ചില രാജ്യങ്ങളുടെ ഒരു പ്രശ്നങ്ങളാണ്. അവരുടെ പെൽവിക് ബോൺസ് പോലും പിന്നെ ശക്തി പ്രാപിച്ചിട്ടില്ല ഒരു കുട്ടിയെ താങ്ങാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് ചിന്തിക്കാൻ, നമുക്കും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഇത്തരത്തില് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാണെന്ന്. പക്ഷേ സ്ത്രീകൾക്ക് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പുനർവിവാഹം കാണും. പക്ഷെ അറിയാലോ സ്ത്രീകളുടെ അവസ്ഥ. അപ്പം സ്വാഭാവികമായിട്ടും ഈ പ്രായം ചെന്ന മനുഷ്യന് ഇപ്പൊ ഈ ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, അതിന് വേറെ സ്ത്രീകളും കാണും ഇദ്ദേഹത്തിന്. അപ്പം ഈ സ്ത്രീകൾ എന്ത് ചെയ്യും? ഇവരറിയാണ്ട് അവരുടേതായ ഇഷ്ടങ്ങൾക്ക്, എനിക്ക് അടുത്തറിയാവുന്നതുണ്ട്, മീൻസ് ഞാൻ അവരെ അത് കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഞാൻ താമസിച്ച റൂമിന്റെ തൊട്ടപ്പുറത്ത് എനിക്കത് അറിയാലോ, എനിക്കത് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ മാത്രമല്ല സാർ, ഈ പറയുന്നോണം അവിഹിതം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ അറബ് രാജ്യങ്ങളാണ്. കാരണം ഇന്തോനേഷ്യയിൽ നിന്നുള്ള കുറെ സ്ത്രീകൾ ഇതിനായിട്ട് അവർ ഇത് പോകുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ പറയുന്നോണം ഈ എത്ര നിയമങ്ങൾ കർക്കശമാക്കിയാലും തല വെട്ടിയാലും അവരുടെയൊക്കെ ഒരു ശാരീരിക നേച്ചർ അനുസരിച്ച് അവർക്ക് സഹജമായ വികാരങ്ങൾ അതവർ പോവുക തന്നെ. അതിന്റെ പിന്നിൽ എന്താ പറയുന്നേ, ഈ ശിക്ഷയൊന്നും അവർക്ക് വലിയ ഇതല്ല. ഇതൊന്നും അവർക്ക് ഒരു വലിയ പ്രശ്നം, വധശിക്ഷ കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല, രണ്ടുപേരുടെ ഇഷ്ടത്തിന് പോകുന്നതിന് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ അതിന് ചിലപ്പോൾ കണ്ടെത്തിയത് തന്നെ വലിയ ശിക്ഷകളൊന്നും കിട്ടത്തില്ല. ആണുങ്ങൾക്ക് വലിയ ശിക്ഷകൾ കിട്ടത്തില്ല, സ്ത്രീകൾക്ക് അത് വലിയ ശിക്ഷയായിരിക്കും. അവിടെ പുരുഷന്മാർക്ക് അത് വലിയ ശിക്ഷ കിട്ടത്തില്ല. അതുകൊണ്ട് അവര്
ഇങ്ങനെ പോകും. പിന്നെ ഈ പറഞ്ഞ പീഡനങ്ങളൊക്കെ വരുവാണെങ്കിലേ ഉള്ളൂ, അത് അവിടുത്തെ നാട്ടിലുള്ള സ്ത്രീകളിൽ പീഡിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ വലിയ ശിക്ഷയായിട്ട് വരും. ഈ പറഞ്ഞ വിദേശികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം, അത് നമ്മുടെ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ മറ്റുള്ള എംബസിയുടെ ഇത് മിടുക്ക് പോലെ ഇരിക്കും ഈ വ്യക്തിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങളോ മറ്റുള്ള വിദേശ രാജ്യങ്ങളോ പോയാൽ മാക്സിമം ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളിലൊക്കെ മാറി, ഈ ചിലപ്പോൾ ഡ്രഗ്സ് ഒക്കെ ആയിരിക്കും കൊണ്ടുവന്ന് തരുന്നത്, മാറി നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാമോ അതായിരിക്കും നല്ലത്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടലും കാര്യങ്ങളും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പുലിവാല് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം കാണാൻ പറ്റാത്ത അവസ്ഥയാവും, നമ്മുടെ വീട്ടുകാരെ കാണാൻ പറ്റാത്ത അവസ്ഥയാവും. പോകുന്നതൊക്കെ കൊള്ളാം, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നിൽക്കുക. ഇത്തരത്തിലുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിയമോപദേശം തേടുക, അല്ലാതെ നമ്മളായിട്ട് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിന് പോകാനോ ചെയ്ത്. ഇപ്പം നിമിഷപ്രിയയുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ചെയ്യേണ്ടുന്നത്. കാരണം പിന്നെയും ആ സൗഹൃദമൊക്കെ കൂടിയപ്പോഴാണ് ഇത് പ്രശ്നമായി തീർന്നത്. അത് അറിവില്ലായ്മ. അത് പക്ഷേ ഇനിയുള്ളവർക്കൊരു പാഠമാകണം. തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് അത്തരം ശാസനങ്ങളുള്ള രാജ്യത്തെ വധശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഇത്തരം രാജ്യങ്ങളിലേക്ക് കഴിയുന്നതും പോകാതിരിക്കുക. കാരണം നമ്മുടെ നിയമങ്ങളല്ല വേണത്. അല്ല, ഇത്തരം രാജ്യങ്ങൾ മതശാസനം ഇല്ലാത്ത അറേബ്യൻ രാജ്യങ്ങളിൽ അതെ, അത് കുറച്ചുകൂടെ ഭേദപ്പെട്ട നമുക്ക് പിന്നെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് എംബസി വഴിയുള്ള ബന്ധമെങ്കിലും ഉണ്ട്. അങ്ങനെ അതുപോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് പോലും നിസ്സഹായമായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും നിമിഷപ്രിയ ഒരു ജീവിതത്തിലേക്ക് നാളത്തെ ഉദയസൂര്യനെ കാണട്ടെ. ഇനി ഒരുപാട് ഉദയസൂര്യന്മാരെ കാണാൻ അവർക്ക് സാധിക്കട്ടെ. ഇതുപോലെയുള്ള അവിവേകങ്ങളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോകാതെയും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.